ഓം ശാന്തി 15/7/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ ഭാവി 21 ജന്മങ്ങളിലേക്കായി ഇവിടുന്ന് തന്നെ പഠിത്തം പഠിക്കണം. മുള്ളിൽ നിന്ന് സുഗന്ധ പുഷ്പമാകണം. ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യണം, ചെയ്യിപ്പിക്കണം. നാം ഇപ്പോൾ പഠിത്തം പഠിക്കുന്നത് ഇപ്പോഴത്തെ സമയത്തിൽ പ്രാലബ്ധം ലഭിക്കുന്നതിനല്ല, ഭാവി വരാൻ പോകുന്ന 21 ജന്മങ്ങളിലേക്കാണ് നാം പഠിക്കുന്നത്. അപ്പോൾ പഠനത്തിൻ്റെ ആഴം അത്രയ്ക്കും ഉണ്ടായിരിക്കണം. ഓരോ ജന്മങ്ങളിലേക്കും വേണ്ടി നാം വളരെ നന്നായി ഈ ജ്ഞാനം മനസ്സിലാക്കണം, ജീവിതത്തിൽ കൊണ്ടുവരണം. നാം അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് മുള്ള് എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള മുള്ള് സ്ഥിതിയിൽ നിന്നും നാം സുഗന്ധമുള്ള പുഷ്പമായി മാറണം. ഇതിനായി ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യുകയും വേണം, മറ്റുള്ളവരെ ധാരണ ചെയ്യുന്നതിന് സഹായിക്കുകയും വേണം. അതുതന്നെയാണ് സേവനം. ചോദ്യം: ഏത് കുട്ടികളുടെ ബുദ്ധിയുടെ പൂട്ട് നമ്പർ വാർ തുറക്കുന്നു? ഉത്തരം: ആരാണോ ശ്രീമത്തനുസരിച്ച് നടക്കുന്നത്, പതിത പാവനനായ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നത്. പഠിത്തം പഠിപ്പിക്കുന്ന ആളുമായി ആർക്കാണോ യോഗമുള്ളത് അവരുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ അഭ്യസിക്കൂ. നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ്. നമ്മൾ ബാബയിൽ നിന്ന് കേൾക്കുന്നു. ദേഹി അഭിമാനിയായി കേൾക്കൂ, കേൾപ്പിക്കൂ, എങ്കിൽ പൂട്ട് തുറന്നുകൊണ്ടിരിക്കും. ദ്വാപര കലിയുഗങ്ങളിൽ നമ്മൾ ആത്മാക്കൾ ശരീരബോധത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ പൂട്ട് അടഞ്ഞുപോയി. പൂട്ടിട്ട് പൂട്ടുന്നത് എന്തെങ്കിലും മൂല്യവാനായ കാര്യങ്ങളാണ്. എന്താണ് നമ്മുടെ ബുദ്ധിയാകുന്ന പെട്ടിയിൽ പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നത്? അത് നമ്മുടെ ഓർമ്മകളാണ്, സ്മൃതികളാണ്. നാം ആരാണ്? നാം എവിടെ നിന്നാണ് വന്നത്? ഈ യാത്ര എങ്ങനെയുള്ളതാണ് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ സ്മൃതിയും ബുദ്ധിക്കകത്താണ് പൂട്ടിട്ടിരിക്കുന്നത്. ഈ പൂട്ട് തുറക്കണമെങ്കിൽ നാം ശ്രീമത്തനുസരിച്ച് നടക്കണം. പതിത പാവനനായ ബാബയെ ഓർമ്മിക്കണം. പഠിത്തം പഠിപ്പിക്കുന്നവനായ ബാബയെ ഓർമ്മിക്കുന്നു. അർത്ഥം, ബാബ എന്ത് പഠിത്തമാണോ പഠിപ്പിക്കുന്നത് ആ പഠിത്തം ഓർമ്മിക്കുന്നു എന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കേണ്ടത്. ബുദ്ധിയുടെ പൂട്ട് തുറന്നാൽ നമുക്ക് തിരിച്ചറിവ് അല്ലെങ്കിൽ റിയലൈസേഷൻ ഉണ്ടാകുന്നു, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നത്. എപ്പോഴാണോ നാം ഇത് തിരിച്ചറിയുന്നത് അപ്പോൾ മുതൽ നമ്മൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടാവില്ല. ബാബ പറയുകയാണ്, നമ്മൾ ദിവസവും അഭ്യസിക്കണം. നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ്. നമ്മളെ പഠിപ്പിക്കുന്നത് ബാബയാണ്. നമ്മൾ കേൾക്കുന്നത് ബാബയിൽ നിന്നാണ്. ഇങ്ങനെ ആത്മാ അഭിമാനിയായി കേൾക്കുകയാണെങ്കിൽ, കേൾപ്പിക്കുകയാണെങ്കിൽ ബുദ്ധിയുടെ പൂട്ട് തുറക്കും. ബുദ്ധിയുടെ പൂട്ട് ഒരിക്കൽ തുറന്നാൽ പിന്നെ അടയില്ല. അതിൻ്റെ അനുഭവം എത്രത്തോളം നമ്മൾക്കുണ്ടാകുമോ അത്രത്തോളം നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പരിധിയില്ലാത്ത ബാബയുടെ പ്രോപ്പർട്ടിയുടെ ഞാൻ ആത്മാവ് അധികാരിയാണ്. ഏതുപോലെ ബാബ ശാന്തി, പവിത്രത, ആനന്ദത്തിൻ്റെ സാഗരമാണ്, ഇതുപോലെ ഞാൻ ആത്മാവ് മാസ്റ്റർ സാഗരമാണ്. ഈ ലഹരിയിൽ ഇരിക്കണം. 2. ഡ്രാമയെന്ന് പറഞ്ഞ് പുരുഷാർത്ഥം വിട്ടുകളയരുത്. തീർച്ചയായും കർമ്മം ചെയ്യണം. കർമ്മം, അകർമ്മം, വികർമ്മത്തിൻ്റെ ഗതി മനസ്സിലാക്കി സദാ ശ്രേഷ്ഠകർമ്മം തന്നെ ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, പരിധിയില്ലാത്ത ബാബയുടേതാണ് ഈ ലോകത്തിലുള്ള എല്ലാ സമ്പത്തും. ഭൂമിയും ആകാശവും എല്ലാം
പരിധിയില്ലാത്ത ബാബയുടേതാണ്. അങ്ങനെയുള്ള പ്രോപ്പർട്ടിയുടെ എല്ലാം ഞാൻ ആത്മാവ് അധികാരിയാണ്. ബാബ ശാന്തിയുടെ, പവിത്രതയുടെ, ആനന്ദത്തിൻ്റെ, ശക്തിയുടെ സാഗരമാണ്. അതുപോലെ ഞാൻ ആത്മാവും മാസ്റ്റർ സാഗരമാണ്. ഇത് ഓർമ്മയിലുണ്ടായിരിക്കണം, ഇതിൻ്റെ ലഹരിയിലിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തീർച്ചയായും പുരുഷാർത്ഥം ചെയ്യണം, തീർച്ചയായും തൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണം. ഡ്രാമ എന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. നമ്മുടെ കർമ്മ അകർമ്മ വികർമ്മത്തിൻ്റെ ഗതി മനസ്സിലാക്കണം. സദാ ശ്രേഷ്ഠകർമ്മം തന്നെ ചെയ്യണം. കർമ്മം ഒരിക്കലും വികർമ്മമാകാൻ അനുവദിക്കരുത്. വരദാനം: സമയത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് സ്വയം സമ്പന്നമാക്കുന്ന വിശ്വ ആധാരമൂർത്തരായി ഭവിക്കട്ടെ. മുഴുവൻ കൽപ്പത്തിൻ്റെയും സമ്പാദ്യം ശ്രേഷ്ഠ കർമ്മമാകുന്ന വിത്ത് വിതയ്ക്കുന്നതിൻ്റെ, 5000 വർഷത്തിൻ്റെ സംസ്കാരങ്ങളുടെ റെക്കോർഡ് നിറയ്ക്കുന്നതിൻ്റെ, വിശ്വമംഗളത്തിൻ്റെ, വിശ്വപരിവർത്തനത്തിൻ്റെ ഈ സമയം നടക്കുകയാണ്. എന്നാൽ സമയത്തെക്കുറിച്ച് അറിയാവുന്നവർ പോലും ഇപ്പോഴത്തെ സമയം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ, വരാൻ പോകുന്ന സമയത്തിൽ വിടുന്നുവെങ്കിൽ, സമയത്തിൻ്റെ ആധാരത്തിൽ സ്വയത്തിൻ്റെ പുരുഷാർത്ഥമായി. എന്നാൽ വിശ്വത്തിൻ്റെ ആധാരമൂർത്ത ആത്മാക്കൾ ഒരു പ്രകാരത്തിലുള്ള ആധാരത്തിനനുസരിച്ചും നടക്കുന്നില്ല. അവർ ഒരു അവിനാശി ആശ്രയത്തിൻ്റെ ആധാരത്തിൽ കലിയുഗി പതീത ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞ് സ്വയം സമ്പന്നമാക്കുവാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഇപ്പോഴത്തെ സമയമെന്നാൽ മുഴുവൻ കൽപ്പത്തിനു വേണ്ടിയും സമ്പാദിക്കാനുള്ള സമയമാണ്. ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള സമയമാണ്. 5000 വർഷത്തിൻ്റെ സംസ്കാരങ്ങളുടെ റെക്കോർഡ് നിറയ്ക്കാനുള്ള, വിശ്വമംഗളത്തിനുള്ള, വിശ്വപരിവർത്തനത്തിനുള്ള സമയമാണിത്. ഈ ഒരു സമയത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ടും പിന്നെ ചെയ്യാം എന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ സമയം വ്യർത്ഥമായി കളയുന്നു എങ്കിൽ അവർ സമയത്തിനനുസരിച്ച് പുരുഷാർത്ഥം ചെയ്യുന്നവരാണ്. അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സമയം വരുമ്പോൾ ഉടനെ പുരുഷാർത്ഥത്തിലും ശ്രദ്ധിക്കും. അത്തരത്തിൽ സമയത്തിൻ്റെ ആധാരത്തിൽ പുരുഷാർത്ഥം ചെയ്യുന്നു. എന്നാൽ വിശ്വത്തിൻ്റെ ആധാരമൂർത്തരായ ആത്മാക്കൾ ഇങ്ങനെ ഒരു തരത്തിലുള്ള ആധാരത്തിനനുസരിച്ചും പോകുന്നില്ല. അവർ ഒരു അവിനാശിയായ ബാബയുടെ ആശ്രയത്തിൻ്റെ ആധാരത്തിൽ ഈ ലോകത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞുമാറി സമ്പന്നമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. സ്ലോഗൻ: സ്വയത്തെ സമ്പന്നമാക്കൂ, എങ്കിൽ വിശാല കാര്യത്തിൽ സ്വാഭാവികമായും സഹയോഗി ആയിത്തീരും. ബാബയുടെ ഈ വിശാല കാര്യത്തിൽ പലതരത്തിൽ നമുക്ക് സഹായിക്കാം. അതിനായി നാം എത്രത്തോളം നമ്മളെ കലകൾ കൊണ്ട്, വിശേഷതകൾ കൊണ്ട്, ദിവ്യഗുണങ്ങൾ കൊണ്ട്, യോഗബലം കൊണ്ട്, ജ്ഞാനം കൊണ്ട് സമ്പന്നമാക്കുന്നുവോ, അത്രയും ഈ വിശാല ബാബയുടെ കാര്യത്തിൽ സ്വാഭാവികമായും നമുക്ക് സഹയോഗിയാകാൻ സാധിക്കും. പലതരത്തിലുള്ള സേവനം ചെയ്യാനുള്ള അവസരം നമ്മെ തേടിയെത്തും. ഓം ശാന്തി.